എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ തന്നെ. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരപ്പുമഴ ആയി പിന്നെ എന്ന് മഹാകവി ചങ്ങമ്പുഴയുടെ ആ ഈരടികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പാടുകയാണ്. കാരണം ഗൗരവകരമായ ഒരു പ്രസംഗത്തിന് ശേഷം കുറച്ച് ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. ലോകത്തെമ്പാടും മലയാളികളുണ്ട്, മലയാളി സംഘടനകളുണ്ട്. അവിടെ നിന്നൊക്കെ വന്നവരാണ് നിങ്ങളെല്ലാവരും. നമ്മുടെ രാജ്യത്ത് ഒരു സാംസ്കാരിക സൗധം പടുത്തുയർത്തുമ്പോൾ ഒരു മതപരമായ ഒരു പള്ളിയോ ഒരു മദ്രസയോ ഒരു ചർച്ചോ ഒരു അമ്പലമോ ഒരു സ്കൂളോ അങ്ങനെ എന്ത് പടുത്തുയർത്തുമ്പോഴും ഒരു വിദേശ മലയാളി അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും നമ്മളൊരു ചെറിയ സംഭാവന ഉണ്ടാകും. അത് അമേരിക്കയിൽ നിന്നുള്ളവരായാലും ശരി, യൂറോപ്പിൽ നിന്നുള്ളവരായാലും ശരി, ജപ്പാനിൽ നിന്നുള്ളവരായാലും ശരി, ആഫ്രിക്കയിൽ നിന്നുള്ളവരായാലും ശരി, ഗൾഫിൽ നിന്നുള്ളവരായാലും ശരി, എല്ലാവരും കേരളത്തെപ്പറ്റി ഓർക്കുന്നവരാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സമ്പദ്ഘടന വളരെ അപകടകരമായ ഒരു സ്ഥിതി തരണം ചെയ്തപ്പോൾ, ഇവിടെ ലോകത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങളൊന്നും ഇന്ത്യക്ക് കടം തരാൻ സാധിക്കാത്തൊരു സന്ദർഭമുണ്ടായപ്പോൾ, നമ്മുടെ കരുതൽ സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ച് അവിടെ നിന്ന് കാശ് മേടിച്ച് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തേണ്ട ഒരവസ്ഥ ഈ ഇന്ത്യക്ക് വന്നപ്പോൾ, ഈ ഇന്ത്യയെ രക്ഷിച്ചത് വിദേശ മലയാളികളായിരുന്നു എന്ന് അഭിമാനപൂർവ്വം, നിങ്ങളുടെയും എൻ്റെയും അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ.